ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റീസെന്റ് ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ കുഷാക്കിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള സ്പോട്ട് ലൈൻ വേരിയന്റ് ആണിത്. പലരും പറയുന്നുണ്ടായിരുന്നു കുഷാക്കിലെ ദ ബെസ്റ്റ് വേരിയന്റ് അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി വേരിയന്റ് ഇതിന്റെ ക്ലാസിക് പ്ലസ് വേരിയന്റ് ആണെന്ന്. കാരണം ആ ബേസ് വേരിയന്റിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് സ്കോഡ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു കുഷാക്ക് വാങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം ഫീൽ ലഭിക്കണം, ആ ഒരു പ്രീമിയം ഫീച്ചേഴ്സ് എൻജോയ് ചെയ്യണമെങ്കിൽ മിനിമം ഈ വേരിയന്റെങ്കിലും ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള ഡീറ്റെയിൽഡ് പ്രൈസും ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ സ്കോഡ കുഷാക്കിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സ്പോട്ട് ലൈൻ വേരിയന്റ് ആണിത്. കുഷാക്ക് ശരിക്കും നമുക്ക് 5 വേരിയന്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റ് ആയിട്ട് ക്ലാസിക് പ്ലസ്, സെക്കൻഡ് വേരിയന്റ് ആയിട്ട് സിഗ്നേച്ചർ, തേർഡ് വേരിയന്റ് ആയിട്ട് നിങ്ങൾ കാണുന്ന സ്പോട്ട് ലൈൻ, ഫോർത്ത് വേരിയന്റ് ആയിട്ട് പ്രസ്റ്റീജ്, പിന്നെ ടോപ്പ് എൻഡ് ആയിട്ടും അവർ സ്പെഷ്യൽ എഡിഷൻ ആയിട്ടും വരുന്ന മോണ്ടെ കാർലോ. ഇത്രയും വേരിയന്റുകളിലാണ് വരുന്നത്. ഇതിനകത്ത് എല്ലാവരും പറയുന്നത് ബേസ് വേരിയന്റ് ആയിട്ടുള്ള ക്ലാസിക് പ്ലസ് ആണ് ബെസ്റ്റ് എന്നാണ്. കാരണം ആ വേരിയന്റിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ്, ഓട്ടോമാറ്റിക്, സൺറൂഫ് ഉള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു സ്കോഡ വാഹനമാണ് വാങ്ങുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, അതിനകത്തുള്ള ഒരു പ്രീമിയം ഫീച്ചേഴ്സും പ്രീമിയംനെസ്സും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മിനിമം ഈ വേരിയന്റെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു കളറാണ്. അപാര റോഡ് പ്രസൻസ് ആണ്. ഈ ഒരു ഫുൾ ബ്ലാക്ക് കളറിൽ സ്പോട്ട് ലൈൻ വരുമ്പോൾ വാഹനം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. നമുക്ക് വേറെ യാതൊരു കളറും ഈ വാഹനത്തിൽ കാണാനായിട്ട് പറ്റില്ല. ഈ വാഹനം എടുത്തിട്ട് നമ്മുടെ ഗ്ലാസും കൂടി ഒരു 50% കൂളിംഗ് ഒട്ടിക്കുകയാണെങ്കിൽ വേറെ ലെവൽ ലുക്കിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലുക്ക് ഒരു രക്ഷയില്ല, അപാര റോഡ് പ്രസൻസ് ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കണക്റ്റഡ് DRL നമുക്ക് ഈ വേരിയന്റിൽ കാണാനായിട്ട് പറ്റും. അത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ ഗ്രില്ലിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് അത് കാണാൻ പറ്റുക. അത് ആ ഗ്രില്ല് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ നമുക്ക് ഫുൾ LED ആയിട്ടൊരു ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ടോപ്പിലായിട്ട് നമുക്ക് DRL പ്ലസ് ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നാൽ നമുക്ക് LED ആയിട്ട് ഫോഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ബെമ്പറിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ താഴത്തെ ഒരു ഗ്രില്ലിന്റെ പോർഷൻ മാത്രം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴത്തെ പോർഷനും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. 188 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പിലേക്ക് വന്ന സ്കോഡയുടെ ലോഗോ കാണാം. നമ്മുടെ ബോണറ്റിൽ എന്തായാലും ഒരു ലൈൻസ് ഒക്കെ വന്ന് ഒരു മസ്കുലർ ലുക്ക് നമുക്ക് ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇതിന്റെ ഒരു ചേട്ടൻ എന്ന് വിളിക്കാവുന്ന സ്കോഡ കോഡിയാക്കിന്റെ ഒക്കെ ഒരു ലുക്ക് പല വശത്തു നിന്നും നമുക്ക് ഈ വാഹനത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വശങ്ങളിലേക്ക് വന്നാലും ഇതൊരു സ്പോട്ട് ലൈൻ വേരിയന്റ് ആയതുകൊണ്ട് ഇതിന്റെ ബ്ലാക്ക് കളർ അലോയ് വീൽസ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ സ്പോട്ട് ലൈനിൽ നിങ്ങൾ ഏത് കളർ എടുത്തു കഴിഞ്ഞാലും അലോയ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടായിരിക്കും ലഭിക്കുക. അതും 17 ഇഞ്ച് അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 205, 55 or 17 ആണ് ടയർ സൈസ്. നമുക്ക് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. കുഷാക്കിലെ നമ്മുടെ 1.5 എഞ്ചിൻ വെച്ച് വരുന്ന ടോപ്പ് എൻഡ് വാഹനം പ്രസ്റ്റീജിലും മോണ്ടെ കാർലോയിലും നമുക്ക് ഡ്യുവൽ ഡിസ്ക് ബ്രേക്കുകളും കാണാനായിട്ട് പറ്റും. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ്സ് ആണ്. നടുക്ക് ആ ലോഗോ കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്കോഡ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം നമുക്ക് ചെറിയൊരു ക്രോം ഇൻസെറ്റ് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസെറ്റ് ചെയ്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസിലെല്ലാം നമുക്കൊരു ഡാർക്ക് ക്രോം ഫിനിഷ് കാണാനായിട്ട് പറ്റും. റിക്വസ്റ്റ് സെൻസർ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഒരു UV കട്ട് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്കൊരു സിംഗിൾ ഡിൻ സൺറൂഫ് കാണാം. ബാക്കിലേക്ക് ഷാർപ്പിന് ആന്റിന വരുന്നുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. പറഞ്ഞ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. നമുക്ക് വശങ്ങളിൽ ചുറ്റും ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. ഇവിടെ നമുക്ക് ആ ഒരു ക്ലാഡിങ് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അത് കട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഇൻസൈറ്റ് കാണാനായിട്ട് പറ്റും. ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4229 mm ആണ് ലെങ്ത് വരുന്നത്. വീൽ ബേസ് 2651 mm വീൽ ബേസും വരുന്നുണ്ട്. വിട്ട് ആണെങ്കിൽ 1740, ഹൈറ്റ് 1612 mm ആണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിൽ നോക്കുമ്പോൾ പഴയ കുഷാക്കുമായിട്ട് സിമിലർ ലുക്കൊക്കെയാണ് വശങ്ങളിൽ നിന്ന് ലഭിക്കുക. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാ സ്കോഡയുടെ ലെറ്ററിങ്, അതായത് ഇങ്ങനെ കത്തി നിൽക്കുന്ന ലെറ്ററിങ് ആണ്. ബാക്കിൽ നമുക്ക് കണക്റ്റഡ് ടൈലൈറ്റ് എന്ന് പറയാവുന്ന ഒരു ടൈലൈറ്റ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് വരുന്നത്. നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്കോഡ എന്ന് പറഞ്ഞ ലെറ്ററിങ് എന്തായാലും നല്ല ഭംഗിയിൽ തന്നെയാണ് അത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ ചെറിയ ഡോട്ടുകൾ വന്നിട്ട് അത് വലിപ്പം കൂടി വരുന്ന രീതിയിലാണ് ടൈലൈറ്റിന്റെ ഡിസൈൻ. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. സ്പോട്ട് ലൈൻ TSI എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. കുഷാക്ക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കാണാം. ബാക്കിലേക്ക് വന്നാലും നമുക്ക്
4 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ബാക്കിലും നമുക്ക് ഫോഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. ആ ഫോഗ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റിവേഴ്സ് ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷൻസിലായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ബാക്കിൽ നമ്മൾക്ക് അവർ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ബമ്പർ യൂണിറ്റ് കാണാം. അതിന് നടുക്കായിട്ട് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഈ പോർഷൻസിലേക്ക് വന്നാൽ ജസ്റ്റ് ഒരു റിഫ്ലക്റ്റേഴ്സ് മാത്രമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ബാക്ക് സീറ്റ് 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. വേറെ ബൂട്ട് ലൈറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ വേരിയൻറ്റിൽ നമുക്ക് സ്പെയർ വീല് വരുന്നുണ്ട്. ആ ഒരു ബേസ് വേരിയൻറ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന 195/65/15 ആ വീലുകളാണ് ഇതിനകത്ത് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 385 ലിറ്ററാണ് ഈ പാഴ്സൽ ട്രേ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ബൂട്ടിൻ്റെ കപ്പാസിറ്റി. ഈ സീറ്റ് ഫുള്ളി ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1405 ലിറ്ററിൻ്റെ ബൂട്ടായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ബൂട്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെ കാണാനായിട്ട് പറ്റും. ഡോർ ഹാൻഡിൽസ് മാത്രം നമുക്കൊരു ക്രോം ഇൻസേർട്ടി കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് ഫാബ്രിക് സീറ്റുകളാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആ സീറ്റിനകത്ത് നമുക്കൊരു ലൈറ്റിഷ് ഒരു കളർ ചേഞ്ച് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരു ഗ്രേ കളർന്നോ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടിയും വൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇത് സ്പോട്ട് ലൈനാണ്. ആ പെഡലുകളിൽ നമുക്കൊരു ക്രോം ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. ഇത് നമുക്കൊരു ക്ലെവർ ഫീച്ചറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓഫാണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഹെഡ്ലൈറ്റ് ആയി. നമുക്ക് DRL മാത്രം ഓൺ ചെയ്യണമെങ്കിൽ പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് നമ്മളൊന്ന് പുള്ളി ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഫോഗ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. ഒന്നും കൂടി പുള്ളി ചെയ്യുകയാണെങ്കിൽ ബാക്കിലെ ഫോഗ് ലൈറ്റും ഫംഗ്ഷൻ ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് എല്ലാ ലൈറ്റുകളും ഫംഗ്ഷനാണ്. നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യുക, നേരെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ക്ലോസ് ആവുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഇവിടെ കെട്ടി കൊടുത്തിരിക്കും. ചുറ്റും ഒരു ക്രോം ഇൻസൈറ്റും കാണാനായിട്ട് പറ്റും. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. കുഷാക്ക് സ്പോട്ട് ലൈൻ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. എനിക്ക് ബ്ലാക്ക് ഇൻറ്റീരിയർ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് കുഷാക്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻറ്റീരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നതും ഈ ഒരു സ്പോട്ട് ലൈൻ്റെ ഇൻറ്റീരിയറാണ്. ഈ വാഹനമേ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇൻക്ലൂഡിങ് റൂഫ് വരെ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു റെഡ് ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ്. നമ്മുടെ ഈ AC വെൻസിൻ്റെ ടോപ്പിലെല്ലാം നമുക്ക് ആ ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് പോലെ തോന്നും. പക്ഷേ ആ ലൈറ്റ് മുകളിൽ നിന്നാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതെന്താണെങ്കിലും ഒരു കാണാൻ നല്ല ഭംഗി തരുന്നുണ്ട്. ഒരു പ്രീമിയം ക്യാബിൻ തന്നെ പറയേണ്ടി വരും. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ സ്കോഡയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്ന സെയിം 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അത് റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോർഷൻസിലെല്ലാം ഒരു ക്രോം ഇൻസൈറ്റ് കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആണ്. അത് ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്ത് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇടതുവശത്ത് ഈ ലിവറിൽ നമുക്ക് ക്രൂസ് കൺട്രോൾസും ഇൻഡിക്കേറ്റേഴ്സും കൺട്രോൾ ചെയ്യാനും വലതുവശത്ത് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വരുന്നുണ്ട്. ഓട്ടോ വൈപ്പേഴ്സ് ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും ഈ വേരിയൻറ്റിൽ കാണാനായിട്ട് പറ്റും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അനിമേഷൻസ് കാര്യങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് നമുക്ക് 3 മോഡുകൾ വരുന്നുണ്ട് അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനായിട്ട്. അതെന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ അത്യാവശ്യം റീഡബിൾ ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലെയുള്ള ഫീച്ചേഴ്സും നമുക്കതിനകത്ത് കാണാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൈലാക്കിലൊക്കെ കണ്ട സെയിം സ്ക്രീൻ തന്നെയാണ്. അത്യാവശ്യം ഫീച്ചർ ലോഡായിട്ട് കൊടുത്തിരിക്കുന്നു. എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അതിനകത്ത് തന്നെ അറിയാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വശങ്ങളിലായിട്ട് കുറച്ച് ഫിസിക്കൽ ബട്ടണുകൾ കാണാം. ഇത് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെയും ബാക്കിലെയും പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാം. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ താഴെ നമുക്ക് ടെമ്പറേച്ചർ, അതായത് AC-യുടെ ഒരു ടച്ച് സ്ക്രീൻ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് ഇതിനകത്ത്
ടച്ച് സ്ക്രീനിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, ഫാൻ സ്പീഡ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് എല്ലാം അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ ആ സ്ക്രീനിൻ്റെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഒരു സ്ക്രീനിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസ് കാണാം. അതിനകത്തെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, നമ്മുടെ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം. എനിക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ അപ് ടു -16 വരെ പോകും. ലോ എന്ന് പറഞ്ഞാൽ 16 ആണ്. മറ്റു വാഹനങ്ങളിൽ 18 ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ലോ 16 വരെ പോകും. പിന്നെ നമ്മളുടെ ഫാൻ സ്പീഡും നമുക്ക് ഈ ഒരു ടച്ച് പോയിന്റിലൂടെ കൺട്രോൾ ചെയ്യാം. അതിൻ്റെ ബട്ടൺ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് ഇതിനകത്ത് വരുന്നുണ്ട്. 2 Type-C ചാർജിങ് പോർട്ടുകൾ കാണാം. 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ടാണ് 8 സ്പീഡ് ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതാണ് കീ. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ടൺ ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫ്ലിപ്പ് കീസാണ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൻറ്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. സോഫ്റ്റ് ടച്ച് ആണ്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. അത് അകത്ത് കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു സിംഗിൾ റിൻ സൺറൂഫും കാണാം. അതിൻ്റെ ബട്ടൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സൺറൂഫ് എന്ന് തന്നെ നമുക്കിതിനെ പറയാം. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് നമുക്ക് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പുതിയ കുഷാക്കിൽ ദ ബെസ്റ്റ് വേരിയൻറ്റ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഇൻറ്റീരിയർ ഈ സ്പോട്ട് ലൈൻ വേരിയൻറ്റിൽ വരുന്ന ഇൻറ്റീരിയറാണ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഒരു ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ തന്നെ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് ആ ക്രോം ഫിനിഷിൽ കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ 2 Type-C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ ബാക്കിൽ ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. മൊബൈൽ വെക്കാനോ ടിഷ്യൂ വെക്കാനായിട്ടുള്ള ചെറിയ സ്പേസും നിങ്ങൾക്ക് അതിനകത്ത് കാണാം. നമുക്ക് സെൻറ്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വേണം. നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ന്യൂ റൂം കാണാം. നല്ല സുഖമായിട്ടിരിക്കാനുള്ള പറ്റുന്ന സീറ്റുകളാണ്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. സൺറൂഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരെ വരുന്നുള്ളൂ. നമ്മളുടെ ബാക്കിലെ ഹാൻഡിൽസ് അകത്ത് കയറിയിരിക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിഡ്ത്ത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ലെഗ് റൂമോ കാര്യങ്ങൾക്കൊന്നും യാതൊരു കൺസേണും ഇല്ല. ഇഷ്ടം പോലെ ഇൻറ്റീരിയർ സ്പേസ് ആണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ ലഭിക്കുന്നത്. പിന്നെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. നമുക്കിവിടെ റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ LED ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുഷാക്കിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാറാണ് നമ്മുടെ കുഷാക്ക്. അത് ഈ വാഹനത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഹെവി ആയിട്ടുള്ള ഡോറുകളാണ്. നമ്മൾ തുറക്കടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തക്ക് ഫീല് സെഗ്മെൻറ്റിലെ വേറെ ഒരു വാഹനത്തിനും തരാനായിട്ട് പറ്റില്ല. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ ആണ്. അത് അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും സെഗ്മെൻറ്റിലെ സേഫസ്റ്റ് കാർ, ഒന്നും പറയാനില്ല. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷനുള്ള ഹിൽ ഹോൾഡ്, പിന്നെ ടോപ്പ് എൻഡിലേക്ക് വന്ന 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടോ സ്കോഡ ഈ ഒരു അപ്ഡേറ്റിലും 360 പോലെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. അടുത്തൊരു അപ്ഡേറ്റിലെങ്കിലും വരുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ അവിടെയാണ് ഒരു ബിഗ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 1 ലിറ്റർ 3 സിലിണ്ടർ TSI പെട്രോൾ എഞ്ചിനിൽ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന വാഹനം 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ്. ആ എഞ്ചിൻ്റെ പവറിലേക്ക് വന്നാൽ 114 HP പവറും 178 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ മാനുവലിന് 19.66ഉം ഓട്ടോമാറ്റിക്കിന് 19.09ഉമാണ് ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 15 മൈലേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്താണെങ്കിലും ആ 8 സ്പീഡ് ഓടിച്ച് നോക്കിയവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഗിയർ മാറുന്നത് പോലും അറിയില്ല, അത്ര സ്മൂത്തായിട്ടുള്ള ഗിയർ ബോക്സ് ആണെന്നാണ് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്.
ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള പ്രസ്റ്റീജിലും മോണ്ടെ കാർലോ എഡിഷനിലും നമുക്കൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ TSI പെട്രോൾ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഓടിക്കാൻ നല്ല രസമുള്ള പവർഫുൾ പെട്രോൾ എഞ്ചിനാണ്. 148 HP പവറും 250 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ്. ഡ്യുവൽ ക്ലച്ച് ആണ് ആ ഗിയർ ബോക്സ്. അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 18.72 ആണ്. റിയൽ ലൈഫിൽ ഒരു 13-നും 14-നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ആ ഒരു എൻജിൻ ഓടിക്കാൻ നല്ല രസമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ പ്രൈസാണ്. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. കാരണം യൂട്യൂബ് തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ്റെയും കമൻറ്റിൻ്റെയും കാര്യമൊക്കെ നമ്മുടെ പ്രേക്ഷകനോട് പറയണമെന്നാണ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രൈസിലേക്ക് പോകാം. ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് ക്ലാസിക് പ്ലസ് വേരിയൻ്റ് ആണ്. അതൊരു പക്ക വാല്യൂ ഫോർ മണി വേരിയൻ്റ് തന്നെയാണ് ആ പ്രൈസ് നോക്കുമ്പോൾ. പക്ഷേ അത്രയും പ്രൈസ് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചൊരു സ്കോഡയുടെ വാഹനം എടുക്കുമ്പോൾ മിനിമം ഇതെങ്കിലും എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ക്ലാസിക് പ്ലസ് വേരിയൻറ്റ് 10,69,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് മാനുവൽ വേരിയൻറ്റിന്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,22,000 രൂപ. ആ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ആ 8 സ്പീഡ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 12,69,000 അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,63,000 രൂപ. അതായത് ബേസ് വേരിയൻറ്റ് മാനുവലിന് 13,22,000 ഓട്ടോമാറ്റിക്കിന് 15,63,000. സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സിഗ്നേച്ചർ വേരിയൻ്റ് ആണ്. സിഗ്നേച്ചർ വേരിയൻറ്റിന് മാനുവലിന് 17,92,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 19,43,000 രൂപയാണ് വരുന്നത്. സിഗ്നേച്ചർ വേരിയൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്പോട്ട് ലൈൻ വേരിയൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്പോട്ട് ലൈൻ വേരിയൻറ്റ് മാനുവലിന് 18,10,000 രൂപയും നിങ്ങൾ ഈ കാണുന്ന ഓട്ടോമാറ്റിക്കിന് 19,62,000 ആണ്. അപ്പോൾ സിഗ്നേച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ വാഹനം വേണം, ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ വേണം, ഒരു കാണാൻ നല്ല റോഡ് പ്രസൻസ് തരുന്നൊരു കുഷാക്കാണ് നോക്കുന്നത് എങ്കിൽ സ്പോട്ട് ലൈനിലേക്ക് പോകാം. വെറും സിഗ്നേച്ചറിനേക്കാളും 20,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് കൂടുതൽ വരുന്നുള്ളൂ. ആ ഒരു 20,000 രൂപയ്ക്ക് ഇത് വെർത്താണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സിഗ്നേച്ചറിനേക്കാളും കുറച്ചും കൂടി റോഡ് പ്രസൻസും കാണാൻ ഭംഗി തരുന്നൊരു വാഹനവും നമ്മളുടെ സ്പോട്ട് ലൈൻ തന്നെയാണ്. ഇനി ടോപ്പ് എൻഡ് വേരിയൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രസ്റ്റീജാണ്. പ്രസ്റ്റീജിൻ്റെ മാനുവലിന് 20,90,000 ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 21,88,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഈ പ്രസ്റ്റീജിൽ തന്നെ നമുക്ക് 1.5 പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് വിത്ത് DSG ഗിയർ ബോക്സ്. ആ വാഹനത്തിന് 23,40,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള മോണ്ടെ കാർലോ നോക്കണമെങ്കിൽ അവിടെ നമുക്ക് മോണ്ടെ കാർലോ ശരിക്കും നമുക്ക് ഓട്ടോമാറ്റിക്കിൽ മാത്രമേ വരുന്നുള്ളൂ. മാനുവൽ ഓപ്ഷൻസ് ഒന്നും മോണ്ടെ കാർലോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക്കിൽ 22,25,000 രൂപയും 1.5 DSG ടോപ്പ് എൻഡ് വേരിയൻറ്റിന് 23,04,000 രൂപയും. അതായത് ആ രണ്ട് വേരിയൻറ്റുകളും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ്, അതായത് എഞ്ചിനുകൾ തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം 75,000 രൂപയാണ്. അപ്പോൾ ബേസ് വേരിയൻറ്റ് 13,22 സ്റ്റാർട്ട് ചെയ്ത് ടോപ്പ് എൻഡ് ചെയ്ത് നിൽക്കുന്നത് 23,64,000 രൂപയാണ്. ആ പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ഫീൽ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത്രയും സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ളൊരു ജർമ്മൻ വാഹനം ലഭിക്കുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സെഗ്മെൻറ്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാർ അത് 100% പറയാവുന്ന ഒരു വാഹനമാണ് നമ്മളുടെ പുതിയ കുഷാക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സ്കോഡ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. പുതിയ സ്കോഡ വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.